മക്കളെ, അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്തായി, നിങ്ങൾ പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? പഠിക്കാനൊക്കെ ഏറ്റു തുടങ്ങിയോ? അപ്പോൾ ഇനിയും നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് തുടങ്ങേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യരുത്, ആരും മടിയൊന്നും പിടിച്ചിരിക്കരുത്. കാരണം ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് മോഡൽ ഉണ്ട്, നമ്മളുടെ അതേപോലെ പ്രാക്ടിക്കൽ എക്സാം, പിന്നെ നമ്മളുടെ പബ്ലിക് എക്സാം. അതായത് ഇനി മൊത്തം കുറെ എക്സാമുകളാണ് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് പോകുന്നത്. സോ ക്രിസ്മസ് എക്സാമിന് തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. ചിലപ്പോൾ ഓൺ എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ A+ കിട്ടിയില്ല, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഇപ്പൊ നമുക്ക് സമയമുണ്ട്. ഇപ്പൊ തൊട്ട് പഠിച്ചാലും നമുക്ക് നല്ലൊരു മാർക്ക് ഉറപ്പായിട്ടും പബ്ലിക് എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ +2ന്റെ ടൈം ടേബിൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാ സബ്ജക്റ്റുകാരെയും, നമ്മുടെ സയൻസുകാരായിക്കോട്ടെ, കൊമേഴ്സുകാരായിക്കോട്ടെ, ഹ്യൂമാനിറ്റീസുകാരായിക്കോട്ടെ, അപ്പൊ എല്ലാവരെയും ടൈം ടേബിൾ ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ഏതൊക്കെ ദിവസമാണ് എക്സാംസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 9-ാം തീയതിയാണ് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 9-ാം തീയതി മൺഡേ, തിങ്കളാഴ്ചയാണ് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ എക്സാമുകളെല്ലാം വരുന്നത് ഫോർനൂൺ ആണ് കേട്ടോ. അതായത് ഉച്ചയ്ക്ക് മുൻപാണ് നമ്മളുടെ എക്സാമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 9:30ക്കാണ് എക്സാം തുടങ്ങുന്നത്. സോ എന്ത് ചെയ്യണം, എല്ലാവരും നേരത്തെയൊക്കെ തന്നെ സ്കൂളിലൊക്കെ പോവുക. കറക്റ്റ് 9:30ക്ക് തന്നെ പോയിട്ടൊന്നും എക്സാമിന് വേണ്ടി ഇരിക്കരുത്. അപ്പൊ മൊത്തത്തിൽ ആകെ റഷായി നമ്മൾ പഠിച്ചതും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് എക്സാമിന്റെ ദിവസങ്ങൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ച് ദിവസങ്ങളിൽ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും സ്കൂളിലൊക്കെ എത്തി കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളുടെ മൺഡേ 9-ാം തീയതി 9:30ക്ക് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അന്ന് വരുന്ന എക്സാംസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻസുകാർക്കാണെങ്കിൽ നമുക്കറിയാം ഫിസിക്സ് ആണ് എക്സാം വരുന്നത്. ഫിസിക്സ്, സോഷ്യോളജി, അതുപോലെ തന്നെ ആന്ത്രോപോളജി, 3 സബ്ജക്റ്റുകളാണ് എക്സാമുകൾ വരുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും സബ്ജക്റ്റുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങൾ ഏതാണ് പഠിക്കുന്നത്, നിങ്ങൾക്ക് വരുന്ന പഠിക്കാനുള്ള സബ്ജക്ട് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ അതനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി പഠിക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത എക്സാം അടുത്ത ദിവസം തന്നെയാണ്. അപ്പൊ 10-ാം തീയതി ട്യൂസ്ഡേ, അതും രാവിലെ 9:30ക്ക് തന്നെയാണ് നമ്മളുടെ എക്സാം വരുന്നത്. അപ്പൊ അന്ന് വരുന്ന എക്സാംസ് ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതാണ് നമുക്ക് വരുന്ന എക്സാമുകൾ. അതേപോലെ തന്നെ 11-ാം തീയതി വെനസ്ഡേ രാവിലെ തന്നെയാണ് നമ്മളുടെ എക്സാം. അപ്പൊ അന്ന് നമുക്ക് വരുന്ന എക്സാം എന്ന് പറയുന്നത് മാത്സ് ആണ് നമ്മളുടെ എക്സാം വരുന്നത്. ദെൻ അതിനുശേഷം പാർട്ട് 3 ലാംഗ്വേജസ്, പിന്നെ സാൻസ്ക്രിറ്റ്, ശാസ്ത്ര, സൈക്കോളജി, ഇതൊക്കെയാണ് സബ്ജക്റ്റുകൾ വരുന്നത്. അപ്പൊ ഇതിലിപ്പോ സയൻസുകാർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് ഉണ്ട്, പിന്നെ ഫിസിക്സ് കഴിഞ്ഞ് ബയോളജി സയൻസുകാരാണെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ദിവസം ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെയാണ് മാത്സ് വരുന്നത്. സോ നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാനായിട്ട് കിട്ടും. അല്ല, നിങ്ങൾ ബയോളജി സയൻസ് അല്ല കമ്പ്യൂട്ടർ സയൻസുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് ഒന്നുമില്ല, അടുപ്പിച്ചാണ് എക്സാം വരുന്നത്. ഫിസിക്സ് വരുന്നു, കമ്പ്യൂട്ടർ സയൻസ് വരുന്നു, ദെൻ അതിനുശേഷം മാത്സ് വരുന്നു. അപ്പോൾ നിങ്ങൾ ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അതിനുശേഷം അടുത്ത ദിവസം തന്നെ നമുക്ക് എക്സാം 12-ാം തീയതി തേഴ്സ്ഡേ കെമിസ്ട്രി ആണ് വരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള എക്സാമുകൾ എല്ലാം നമുക്ക് അടുപ്പിച്ചാണ് വരുന്നത്. സോ എന്ത് ചെയ്യുക, ഇനി മടിയൊന്നും കൂടാതെ എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുക കേട്ടോ. അപ്പൊ സയൻസുകാർക്ക് കെമിസ്ട്രി വരുന്നുണ്ട്, ദെൻ ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇതൊക്കെയാണ് സബ്ജക്റ്റുകൾ വരുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം 12-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 13-ാം തീയതി ഫ്രൈഡേ ജോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി, ഇതൊക്കെയാണ് എക്സാം വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ സയൻസുകാർക്ക് എക്സാമുകൾ ഒന്നുമില്ല. അപ്പൊ 13-ാം തീയതി ഫ്രൈഡേ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പൊ അതിനുശേഷം നമുക്കറിയാം ഫ്രൈഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സാറ്റർഡേയും സൺഡേയും എക്സാം ഇല്ല അല്ലെ? സോ നിങ്ങൾക്ക് 3 ദിവസം കിട്ടുന്നുണ്ട്. ആ 3 ദിവസം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ 3 ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മളുടെ മൺഡേ 16-ാം തീയതിയാണ് അടുത്ത നമ്മളുടെ എക്സാം. അന്ന് നമ്മളുടെ ബയോളജിയാണ്. അപ്പൊ അതിന് ആ ദിവസങ്ങൾ കിട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട്. കാരണം സുവോളജി നമുക്കുണ്ട്, ബോട്ടണി ഉണ്ട്, 2 വലിയ ടെക്സ്റ്റ് ബുക്കുകളാണ്. സോ നമുക്ക് കുറെ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ 3 ദിവസം കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ 16-ാം തീയതി ബയോളജിയാണ്. പിന്നെ അതേപോലെ ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്ക്രിറ്റ്, സാഹിത്യ,
കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇതൊക്കെയാണ് അന്നത്തെ ദിവസത്തെ എക്സാമുകൾ വരുന്നത്. ദെൻ അതിനുശേഷം 17-ാം തീയതി ട്യൂസ്ഡേ ആണ്. അന്ന് ഇംഗ്ലീഷ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും ദിവസം പല പല സബ്ജക്റ്റുകളാണെങ്കിൽ ആ ഒരു ദിവസം എല്ലാവർക്കും നമ്മളുടെ പാർട്ട് 1 സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് അന്ന് എക്സാം വരുന്നത്. സയൻസുകാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 3 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ദിവസങ്ങളിൽ ഇംഗ്ലീഷിന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുക. കാരണം ഗ്രാമറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാനായിട്ട് നോക്കുക. മൊത്തത്തിൽ ബയോളജിക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യരുത്, ആ ഒരു ദിവസം നിങ്ങൾ മാറ്റി വെക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ പാർട്ട് 1 ഇംഗ്ലീഷ് ആണ്. അങ്ങനെ 17-ാം തീയതി എല്ലാവർക്കും എക്സാം വരുന്നത്. ദെൻ 18-ാം തീയതി വെനസ്ഡേ ആണ്. അപ്പൊ അന്നും നമുക്ക് നമ്മളുടെ ലാംഗ്വേജസ് ആണ് എക്സാം വരുന്നത്. പാർട്ട് 2 ലാംഗ്വേജസ്, അതായത് ഹിന്ദി ഉണ്ടാവും, അതുപോലെ മലയാളം, അങ്ങനെ നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ അതായിരിക്കും എക്സാം വരുന്നുണ്ടാവുക. ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് പിന്നെ വരുന്ന എക്സാം. അതേപോലെ തന്നെ 19-ാം തീയതി നമ്മളുടെ കലാശക്കൊട്ട് അവസാനിക്കുകയാണ്. അതായത് നമ്മുടെ എക്സാം തീരുന്ന ദിവസമാണ്. അപ്പൊ അന്ന് തേഴ്സ്ഡേ ആണ്. അന്ന് എക്കണോമിക്സും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിസ്റ്റം ആണ്. അപ്പോൾ സയൻസുകാരെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സയൻസുകാരും എക്കണോമിക്സ് നിങ്ങൾ ഹ്യൂമാനിറ്റീസും അതുപോലെ തന്നെ കൊമേഴ്സുകാർക്കും ഉള്ളതാണ് അല്ലേ. അപ്പൊ സയൻസുകാരെ നോക്കുകയാണെങ്കിൽ 18-ാം തീയതി അവരുടെ എക്സാം തീരുകയാണ്. 19-ാം തീയതിയാണ് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യേണ്ട എക്സാം തീരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഇത്രയും ദിവസം 9-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ആ ഒരു 10 ദിവസം നല്ല അടിപൊളിയായിട്ട് മക്കളെ എന്ത് ചെയ്യുക, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.